നമസ്കാരം. നമ്മൾ ഏവരും കാത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ PSC ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ പലർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മതിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് മുന്നിൽ വരുന്നത്. ഉടൻ പ്രസിദ്ധീകരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയെപ്പറ്റി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഡിഗ്രി ലെവൽ തസ്തികയാണ്. ബിരുദം അടിസ്ഥാന യോഗ്യതയുള്ള ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ മിനിസ്റ്റീരിയൽ വിങ്ങിൻ്റെ ഒരു എൻട്രി കേഡറാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ തസ്തികയുടെ പ്രൊമോഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അസിസ്റ്റൻ്റായിട്ട് യൂണിവേഴ്സിറ്റികളിൽ സർവീസിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ എന്നിങ്ങനെ തസ്തികകളിലേക്കാണ് അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻ തസ്തികകൾ സെക്രട്ടേറിയറ്റിലെ തസ്തികകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന ശമ്പളം, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 39,300 രൂപയാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയി സെക്രട്ടേറിയറ്റ് സർവീസിൽ പ്രവേശിക്കുമ്പോഴും ഒരു അസിസ്റ്റന്റിന് ലഭിക്കുന്ന ശമ്പളം. അങ്ങനെ പ്രൊമോഷൻ തസ്തികകളിലെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് തസ്തികകൾക്ക് തത്തുല്യമായിട്ടുള്ള അടിസ്ഥാന ശമ്പളമാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു പ്രസക്തമായ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് യൂണിവേഴ്സിറ്റികളിൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആകുമ്പോൾ എത്രയാണോ ശമ്പളം ലഭിക്കുന്നത് അത് തന്നെയാണ് സെക്രട്ടേറിയറ്റിലും ഒരു സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ലഭിക്കുന്നത്. അങ്ങനെ മുകളിലോട്ടുള്ള ഓരോ തസ്തികയും നമ്മൾ പരിശോധിക്കുമ്പോൾ, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയാലും അതുവരെ തസ്തികകളുടെ പേര് തന്നെ സമാനമാണ്. സെക്രട്ടേറിയറ്റ് സർവീസിലുള്ള അതേ പേര് തന്നെയാണ് യൂണിവേഴ്സിറ്റികളിലും. അത് കഴിഞ്ഞ് സെക്ഷൻ ഓഫീസർ കഴിഞ്ഞിട്ട് അണ്ടർ സെക്രട്ടറി ആണ് സെക്രട്ടേറിയറ്റിൽ എങ്കിൽ, യൂണിവേഴ്സിറ്റികളിൽ അത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. അങ്ങനെ തസ്തികകളുടെ പേര് മാത്രമേ സെക്ഷൻ ഓഫീസർ കഴിഞ്ഞിട്ട് മാറുന്നുള്ളൂ. പക്ഷേ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ തസ്തികകൾക്ക് സമാനമായ ശമ്പളമാണ്. അതുതന്നെ വലിയൊരു നേട്ടമാണ് ഈ തസ്തികയിൽ സർവീസിൽ പ്രവേശിക്കുന്നവർക്ക്. ഇനി നമ്മൾ അറിയേണ്ടത് ഇത് ആർക്കൊക്കെ എഴുതാമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ബിരുദം അടിസ്ഥാന യോഗ്യത ഉള്ള എല്ലാവർക്കും, അതായത് നിങ്ങൾ ഏത് ബിരുദധാരി ആണെങ്കിലും, അത് ബിടെക് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെ തന്നെ ബിടെക് ആയിക്കോട്ടെ, BAMS ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്തെങ്കിലും ബിരുദം നിങ്ങൾക്ക് യോഗ്യതയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തിക അപേക്ഷിക്കാം. പ്രായപരിധി എന്ന് പറയുന്നത് മറ്റെല്ലാ തസ്തികകളെ പോലെ ജനറൽ കാറ്റഗറിക്ക് 36, മറ്റ് സംവരണ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അവർക്ക് ലഭ്യമാകുന്ന സംവരണ ആനുകൂല്യം അതായത് വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇനി നമ്മളിത് പരിശോധിക്കേണ്ടത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഏത് വർഷം വന്നു എന്നുള്ളതാണ്. 2024 മാർച്ച് മാസമാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഏകദേശം 770ഓളം പേരാണ് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ 2024 മാർച്ച് മാസം വന്നതുകൊണ്ട് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കേണ്ടത് 2027 മാർച്ച് മാസമാണ്. മാർച്ച് മാസം 11 ആണ് എൻ്റെ ഓർമ്മ. അത് നിങ്ങൾ പരിശോധിക്കുക, ഡേറ്റ്, കൃത്യമായ ഡേറ്റ്. 2027 മാർച്ച് മാസം എന്തായാലും ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. അങ്ങനെയാണെങ്കിൽ PSC ഈ പരീക്ഷകൾ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നടത്താൻ സാധ്യത 2026 അപ്പോൾ 2026 ബിരുദതല പ്രിലിംസ് പരീക്ഷകളോടൊപ്പം തന്നെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസും നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മെയിൻസ് അത് 2026 ഒരു ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെയുള്ള മാസങ്ങളിലും മെയിൻസ് നടക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ 2026 ബിരുദതല പരീക്ഷകൾക്കായി പഠനം തുടരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു വലിയ സാധ്യതയാണ് 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ ഉണ്ടാകും, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ബിരുദതല പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പരീക്ഷയെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ, പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ സാധാരണ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ സിലബസ് തന്നെയായിരുന്നു പ്രിലിംസിനും. അപ്പം നിങ്ങൾ അതിൽ വലിയ ആശങ്ക വേണ്ട. നിങ്ങൾ ഒരേ സമയം തന്നെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കാം. കഴിഞ്ഞ പരീക്ഷയിൽ മെയിൻസ് സിലബസിൽ 20 മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു.
ഒറ്റ പേപ്പർ മാത്രമായിരുന്നു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ഒരു 2 പേപ്പറിനുള്ള സാധ്യത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വളരെ വിരളമാണ്. കാരണം ഈ ഒരു തസ്തികയിൽ അങ്ങനെ ഒരു 200 മാർക്കിൻ്റെ മുഖ്യ പരീക്ഷ നടത്തേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് അത്തരത്തിലൊരു 2 പേപ്പറിലേക്ക് PSC പോകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം നടന്നതുപോലെ തന്നെ ഒറ്റ പേപ്പറിൽ ഒരു 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനാണ് സാധ്യത. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള ഒരു തസ്തികയ്ക്ക്, അത്തരം തസ്തികകൾക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഒരു പ്രിലിംസും ഒരു പേപ്പർ വരുന്ന മെയിൻസും ആയിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ. 2026 എന്ന് പറയുന്ന വർഷം നടക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 പരീക്ഷയും ഒരുമിച്ച് തയ്യാറെടുക്കാം. രണ്ടിലും നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത മുന്നിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. PSC ഉടൻ തന്നെ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിൻ്റെ അഡ്മിഷൻ നിങ്ങൾക്ക് നാളെ മുതൽ എടുക്കാം. ഞങ്ങളുടെ PK ലേണിങ്സ് എന്ന ആപ്പിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നാളെ മുതൽ ലഭ്യമാണ്. ഞങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാം. കസ്റ്റമർ കെയർ നമ്പർ ദയവായി നോട്ട് ചെയ്യുക: 9072710188. മറ്റൊരു നമ്പർ 9072710199. അപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. ഞങ്ങളുടെ കോഴ്സ് ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും 2026 എന്ന് പറയുന്ന വർഷം കേരളത്തിലെ എല്ലാ ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2 നല്ല തസ്തികകളിലേക്ക്, അതായത് നല്ല ശമ്പളം ലഭ്യമാകുന്ന തസ്തികകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. ഒരു സുവർണ അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കേരളത്തിലെ എല്ലാ ബിരുദ യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളും നന്നായി പഠിക്കുക. നല്ല പൊസിഷനിൽ നല്ല തസ്തികകളിലേക്ക് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി.